പാചകവാതക പ്രതിസന്ധിയിൽ ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ പ്രതിസന്ധിയിലാണ് എന്നൊരു വിവരം കൂടി വരുന്നു. നമ്മളത് ആദ്യം ശ്രദ്ധിച്ചില്ല. ശ്മശാനങ്ങളുടെ കാര്യം നോക്കി, ഹോസ്റ്റലുകളുടെ കാര്യം നോക്കി, ആശുപത്രികളുടെ കാര്യം നോക്കി, ഹോട്ടലുകളുടെ കാര്യം നോക്കി. പക്ഷേ ഈ ഗ്യാസ് കുറ്റി ഉപയോഗിച്ചുകൊണ്ട് ചില വഴിപാടുകൾ നടത്തുന്ന ക്ഷേത്രം കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വിറകടുപ്പൊന്നും ഇല്ലാതെ ഗ്യാസ് വെച്ചാണ് ചില പായസം നിർമ്മിക്കലും ചില ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കലും അരവണ ഉണ്ടാക്കലും ഒക്കെ ചെയ്യാം. അപ്പോൾ ക്ഷേത്രങ്ങളിലെ പാചകവാതക വിതരണത്തിന് മുൻഗണന നൽകാൻ സർക്കാർ ഇടപെടണമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കത്ത് നൽകി. വഴിപാടുകൾ മുടങ്ങുന്ന സാഹചര്യം വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു. സുനിഷ എല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ എല്ലൂര്, വിറകുപയോഗിച്ച് പണ്ട് വഴിപാടുകൾ നടത്തിക്കൊണ്ടിരുന്ന ക്ഷേത്രങ്ങളാവാം ഇപ്പോൾ കുറച്ചുകൂടി സൗകര്യം വന്നപ്പോൾ അവർ ഗ്യാസ് അടുപ്പിലേക്ക് മാറി. കൂടുതൽ ഡിമാൻഡ് വന്നു. കൂടുതൽ പായസവും അരവണയും ഉണ്ണിയപ്പവും ഒക്കെ നിർമ്മിക്കണം. ഗ്യാസ് ക്ഷാമമുണ്ട് പല അമ്പലങ്ങളിലും എന്നാണ്. ഇങ്ങനെ പോയാൽ ചില വഴിപാടുകൾ മുടങ്ങുമെന്ന അവസ്ഥയുണ്ട്. ആ ഘട്ടത്തിലാണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭക്ഷ്യവകുപ്പിന് കത്ത് നൽകിയിരിക്കുന്നത്? ഇതിനെ ഒരു അവശ്യ സർവീസായിട്ട് പരിഗണിക്കുമോ, ആശുപത്രിയും സ്കൂളും ഒക്കെ പോലെ? അരുൺ, വലിയ പ്രതിസന്ധിയിലേക്ക് ഈ ഗ്യാസ് പ്രതിസന്ധി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ഇത് അമ്പലങ്ങളെയും ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് നമ്മൾ തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരം അമ്പലത്തിന് മുന്നിലാണ്. ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധി വഴിപാടുകളുണ്ട്. അതിലിപ്പോൾ പാൽപ്പായസം വരുന്നുണ്ട്, അരവണ വരുന്നുണ്ട്, മോദകം വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതൊരു ഭാഗം. ഒപ്പം തന്നെ എല്ലാ ദിവസവും അന്നദാനം കൂടിയുള്ള ക്ഷേത്രമാണ്. സ്വാഭാവികമായും കുറച്ചു കാലമായി ഈ ഗ്യാസ് സിലിണ്ടറുകളിൽ തന്നെയാണ് ഇവർ ഇത് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി വരുമ്പോൾ അത് സ്വാഭാവികമായും ഇതിനെ ബാധിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നിലവിലിപ്പോൾ ഇവിടെ വഴിപാടുകളൊന്നും മുടങ്ങിയിട്ടില്ല, കൃത്യമായി തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതേ രീതിയിൽ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ വഴിപാടുകൾ കുറയ്ക്കേണ്ട സ്ഥിതിയിൽ അടക്കം പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പല ക്ഷേത്രങ്ങളുടെയും സ്ഥിതി ഇത് തന്നെയാണ്. അതായത് ചില ക്ഷേത്രങ്ങളിൽ വഴിപാടൊക്കെ കുറയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും ഇങ്ങനെ പ്രതിസന്ധി പോയാൽ വലിയ രീതിയിൽ ഈ വഴിപാടുകളൊക്കെ വെട്ടിക്കുറയ്ക്കേണ്ട സ്ഥിതി വരുമെന്നുള്ളതാണ് നിലവിലിപ്പോൾ ഈ അമ്പലങ്ങളിൽ നിന്നുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു കത്ത് അയക്കുന്ന ഒരു സ്ഥിതിയിലേക്കും പോയിട്ടുള്ളത്. നിലവിലിപ്പോൾ ഭക്ഷ്യവകുപ്പ് സിവിൽ സപ്ലൈസിന് കത്ത് നൽകിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ മുൻഗണനാ ക്രമപ്രകാരം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ ക്ഷേത്രങ്ങളിൽ ഈ ആശുപത്രികളിലായാലും ഒപ്പം തന്നെ സ്കൂളുകളിലും ഒക്കെ കൃത്യമായി തന്നെ മുൻഗണനാ ക്രമത്തിൽ പരിഗണന നൽകണമെന്ന് മുഖ്യമന്ത്രിയുടെ യോഗത്തിലടക്കം വന്നിരുന്നു. അതേ രീതിയിൽ തന്നെ മുൻഗണനാ ക്രമം നോക്കുമ്പോൾ ക്ഷേത്രങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും നടവരവിനെ ബാധിക്കും ഇത്തരത്തിൽ വഴിപാടുകൾ കുറയ്ക്കേണ്ടി വന്നാൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ വഴിപാടുകളിലൂടെ ലഭിക്കുന്ന പണം തന്നെയാണ് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വഴിപാട് കുറയ്ക്കേണ്ടി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ് പ്രതിസന്ധി രൂക്ഷമാവുകയാണെങ്കിൽ അത് വലിയ തരത്തിൽ തന്നെ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അകത്ത് കയറി പൂജാരിയോടക്കം സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇത് തന്നെയാണ്, വലിയ പ്രതിസന്ധി ഇപ്പോഴും നേരിടുന്നുണ്ട്. ചിലയിടത്ത് ഈ അടുപ്പുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ ആളുകൾ, കൂടുതൽ ഭക്തർ എത്തുന്ന ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ആളുകൾ ഇപ്പോൾ മോദകമായാലും പാൽപ്പായസമായാലും ഒക്കെ വെക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. അതാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. പാൽപ്പായസം ഒക്കെ കുടിക്കേണ്ടി വരുന്ന ഇടങ്ങളുണ്ട്. താങ്ക് യു. സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഗ്യാസ് പ്രതിസന്ധി ചില അമ്പലങ്ങളെയൊക്കെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അമ്പലങ്ങളിലെ വഴിപാടുകളിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളിലെ വഴിപാട് ഏതാണ്? അത് നമ്മൾ കൊട്ടാരക്കരയിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പമാണ്. നിങ്ങൾ ബാക്കി എവിടെ പോയിട്ട് ഉണ്ണിയപ്പം വാങ്ങിച്ച് കഴിച്ചു? കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പത്തിൻ്റെ സ്വാദ് ഒരിടത്തില്ല. അതങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പ്രത്യേകം സ്വാദുണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അതിന് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് നിങ്ങൾ പോയി കൊട്ടാരക്കരയിൽ തന്നെ പോയി നിങ്ങൾ വേറെ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ചു നോക്കിക്കോളൂ, അത് കിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെയാണ് നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ കാര്യം പറയുന്നത് അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നാവൂറുന്നുണ്ട്.